തെറ്റാണ്, സമാനമായ തെറ്റാണ്, അത്രയും വലിയ തെറ്റാണ് തിരിച്ചറിവ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. ആര്? മൻ ദബഹ ലിഗൈരില്ല, ഒരുത്തനെ അവൻ ദബഹ ചെയ്തു അല്ലാത്തവർക്കാണ്. കാരണം അറബ് എന്നുള്ളത് ഇബാദത്താണ്, ബലി എന്നുള്ളത് ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്, വേറൊരാൾക്കും നൽകാൻ പാടില്ല. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യ നിന്നെ അള്ളാഹ് സൃഷ്ടിച്ചത്. ഈ ഭൂലോകത്ത് മനുഷ്യനെ അള്ളാഹ് അധിവസിപ്പിച്ചിട്ടുള്ളത്. ആ ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യണം എന്നതല്ലാത്ത മറ്റൊരു കാര്യവും മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അതിൽ തന്നെ അയാൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹു അവനോട് പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അത് അള്ളാഹ് പൊറുക്കില്ല. അതല്ലാത്ത തെറ്റുകളാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്ന കാര്യം അവൻ താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കലിമ. 4 കലിമയിൽ രണ്ടാമത്തെ അള്ളാന്റെ ലഅനത്ത്. ഒരു കാര്യത്തിന് അള്ളാന്റെ ലഅനത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യം മിനിമം കബായിറിൽപ്പെട്ടതാണ്, കബായിറിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? കബായിറിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് ആ വിഷയത്തിന്മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി. അള്ളാഹു അവന്റെ എല്ലാവിധ റഹ്മത്തുകളിൽ നിന്നും അള്ളാഹുവിന്റെ എല്ലാവിധ റിആയത്ത്, അവന്റെ ഹിഫ്ദ് ഒക്കെ ഒഴിവാക്കി അകറ്റി മാറ്റി നിർത്തിയവനാണ്. ആര്? മൻ ലഅന വാലിദൈ, തന്റെ മാതാപിതാക്കളെ ശപിച്ചിട്ടുള്ളവൻ. മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങനെ നേരെ തന്റെ ഉമ്മാനെയും വാപ്പാനെയും ശപിക്കുക? അത് വളരെ വിരളമാണ്. ഇല്ലാന്ന് പറയാൻ വയ്യ, ഈ കാലത്ത് അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായി നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹാബത്ത് തന്നെ അതിന് വിശദീകരണം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുള്ള വിശദീകരണം ഇപ്രകാരമാണ്. ഒരാൾ തന്റെ ഒരു സഹോദരനെ, ഒരു സുഹൃത്തിന്റെ മാതാപിതാക്കളെ ശപിച്ചു. അപ്പൊ അയാളെ മാതാപിതാക്കളെ ഇങ്ങോട്ടും ശപിച്ചു. ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, മുടിച്ചു, അത് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഒരാൾ തന്റെ മറ്റൊരാളുടെ മാതാവിനെയോ പിതാവിനെയോ ചീത്ത പറഞ്ഞു. അയാളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇങ്ങോട്ടും തിരിച്ചു ചീത്ത പറഞ്ഞു. അപ്പൊ തന്റെ ഉമ്മാനും വാപ്പാനും ചീത്ത പറയിപ്പിച്ചത് താൻ തന്നെയല്ലേ? അത് അതിലുൾപ്പെടും എന്നാണ് അതിനുള്ള ഉത്തരം. മൂന്നാമത്തെ കാര്യം ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് മുഹ്ദിസിന് ഈവാല് നൽകിയവൻ. ആവാ ഇജാറത്ത് നൽകിയിരിക്കുന്നു, അഭയം നൽകിയിരിക്കുന്നു, സംരക്ഷണം നൽകിയിരിക്കുന്നു. ആർക്ക്? മുഹ്ദിസൻ, ഒരു മുഹദ്ദിസിന്. മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി ചെയ്യുന്നതാണ്. ദീൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ കാലം കൊണ്ട് അള്ളാഹു ഇറക്കിയത് എന്തോ അത് ഒന്നും കുറക്കാതെ ഒന്നും കൂട്ടാതെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ, അതിന്റെ അക്ഷരങ്ങളിൽ, അതിന്റെ വാക്കുകളിൽ, അതിന്റെ വാക്യങ്ങളിൽ, അതിന്റെ അർത്ഥങ്ങളിൽ, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ, അതിന്റെ പ്രയോഗങ്ങളിൽ അത് ഉമ്മത്തിന് കൈമാറി. അതിന് യാതൊരു വ്യത്യാസവും വരുത്താതെ അതേ രൂപത്തിൽ റസൂലുള്ള അവർക്ക് കൊടുത്തത് എങ്ങനെയാണോ കൊടുത്ത അതേ രൂപത്തിൽ പിൻതലമുറക്ക് സഹാബികളും അത് കൈമാറിപ്പോയി. പിന്നെ അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള തലമുറക്കാരിൽപ്പെട്ട സലഫ് സ്വാലിഹീങ്ങളുടെ തലമുറയ്ക്ക് ശേഷം വന്നവർ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ, സൗകര്യത്തിനനുസരിച്ച്, അഭിലാഷങ്ങൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ചിലർ തുടങ്ങി. ഇങ്ങനെ സൗകര്യങ്ങൾക്കനുസരിച്ച് അല്ലവത്തില്ലാതെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ഇഹ്ദാസ് ഫീ ദീനില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തൊരു സംഗതി അതിലേക്ക് അങ്ങോട്ട് ചേർക്കുക, ഉള്ളൊരു കാര്യം അതിൽ നിന്ന് ഒഴിവാക്കുക. അത് കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു കാര്യം ചേർക്കണമെങ്കിൽ ഉള്ളൊരു കാര്യം അതിൽ നിന്ന് പുറത്തു പോകണം. ഉള്ളൊരു കാര്യം അതിൽ നിന്ന് പുറത്തു പോയാൽ അവിടെ ഇല്ലാത്തൊരു കാര്യം വന്ന് നിൽക്കുകയും ചെയ്യും. അതാണ് ദീനിന്റെ പ്രത്യേകത. ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് സമ്പൂർണമാണ് എന്ന് പറഞ്ഞാൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സമ്പൂർണമാണ്. അതിലേക്ക് ഇനി ഒന്നും
ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം വേറൊന്നും കൊണ്ടുവെക്കാൻ അവിടെ ഗ്യാപ്പില്ല. നിങ്ങൾ വേറൊന്ന് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ഉള്ള ഒന്ന് വലിച്ചിട്ട് വേണം കയറ്റാൻ. അതുപോലെ തന്നെ ഉള്ള ഒന്ന് നിങ്ങൾ അതിൽ നിന്ന് വലിച്ചു വെച്ചാൽ, ഒഴിവാക്കിയാൽ അവിടെ ഒരു വാക്വം, അവിടെ ഒരു ശൂന്യത നിലനിൽക്കൂല. ദീനിൽപ്പെടാത്ത വേറെന്തെങ്കിലും അവിടത്തേക്ക് കയറി നിൽക്കുകയും ചെയ്യും, യാതൊരു സംശയമല്ല. അതിനാൽ ഒരാൾ ഇഹ്ദാസു ഫീ ദീനില്ല എന്ന് പറഞ്ഞാൽ അത്തരക്കാർ മുഹദ്ദിസീങ്ങൾ അവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അവർ യൽബിസു അലൽ ഉമ്മത്തി ദീനഹ, ഈ ഉമ്മത്തിന് അവരുടെ ദീനിൽ തെൽബീസ് ഉണ്ടാക്കി കൊടുക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കി കൊടുക്കും. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെന്ത് ചെയ്യും, അതിനില്ലാത്തത് അതിലേക്ക് കയറ്റും. അതിലുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കും. അവർ ദീനിനെ ഫസാദാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദീനിനെ ഫസാദാക്കുന്ന മുഹദ്ദിസീങ്ങൾ, ഇഹ്ദാസ് വരുത്തുന്ന ഒരാൾ, അയാൾക്ക് അഭയം നൽകുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അഭയം നൽകാൻ പാടില്ല. മുഹദ്ദിസാണെങ്കിൽ അഭയം നൽകാൻ പാടില്ല. മൂന്നെണ്ണം പറഞ്ഞു. ഇനി നാലാമത്തേത് ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്. ലഅനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. മൻ ഗയ്യർ മനാറൽ അർദ്, മറാസിമുകൾ, ഭൂമിയുടെ അതിര് നിശ്ചയിക്കാൻ വേണ്ടി അതിന് വെച്ചിട്ടുള്ള കല്ലുകൾ, അതിന് നമ്മൾ മീസാൻ കല്ല് എന്താ അങ്ങനെ പറയലുണ്ടെന്ന് തോന്നുന്നു. അതിന് സ്വത്ത് ഭാഗം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവിടുന്ന് കിട്ടും അവന്റെ, ഇവിടുന്ന് കിട്ടും ഇവൾക്ക് എന്ന് സർവേരിക്കല്ല്, മീസാൻ കല്ല് വേറെ, അത് സബറിൽ ചെല്ലാണ് മീസാൻ കല്ല്. ഇത് സർവേരിക്കല്ലാണ്. സർവേരിക്കല്ല് ചിലരെന്ത് ചെയ്യും, പണ്ടൊക്കെ നല്ല ആഴത്തിൽ കുഴിച്ചിടും. അത് പിന്നെ കൂളത്ത് വരക്കുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ വെല്ലത് മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് വെക്കും. ആൾക്ക് കിടക്കാറുള്ളൊരു കബറിന്റെ വീതി വെല്ല ആരാണ്ടിന് ആള് നേടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ നേടിയ ആൾക്കാർ അവർ രക്ഷപ്പെടൂല. അത് വലിയ വൻ പാപമാണ്. അവൻ മാറ്റി മറിച്ചവനാണ്. മനാർ, അടയാളം, സർവേരിക്കല്ലുകൾ, മനാറുള്ള ഭൂമിയുടെ സർവേരിക്കല്ലുകൾ. ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അൽ ബദാഅത്ത് ഫിദ്ദബ്ഹ് ലിഗൈരില്ലാഹ്. ഈ 4 കാര്യങ്ങളും വൻപാപങ്ങളാണ്. ആ വൻപാപങ്ങളാകയാൽ അവയിൽ തന്നെ ശിർക്കാകുന്ന വലിയ കാര്യത്തെ